ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 21 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറ്റിഗേഷൻ ബ്ലോക്കിനെ കുറിച്ചാണ്. എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്ന് നോക്കാം. അതേപോലെ തന്നെ ഞാൻ മിറ്റിഗേഷൻ ബ്ലോക്ക് ആയാലും ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ടോ സ്ക്രീൻഷോട്ടോ ആയിട്ട് എടുത്തു വെക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും ഈ കാര്യങ്ങൾ ചാർട്ടിലേക്ക് പോയി നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നോട്ട്സോ സ്ക്രീൻഷോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഫോർവേഡ് ടെസ്റ്റും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്ക് നോക്കാം. നമുക്ക് പ്രൈസിൻ്റെ ഒരു മൂവ്മെന്റ് വരക്കാം. പ്രൈസ് ഒരു ഡൗൺ സൈഡിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റും തരുന്നു. ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുന്ന സമയത്ത് പ്രൈസ് റിജക്റ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഓക്കെ, പ്രൈസ് റിജക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഹൈ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും ഒരു PDRA ആണെന്ന് വിചാരിക്കുക. PDRA ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഞാനൊരു മൈനസ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ഡെയിലിയിലുള്ള ഇപ്പം നമ്മൾ 1 hour ചാർട്ടിലാണ് ഉള്ളത്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സോൺ ഞാൻ റെഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ക്യുക്കായിട്ട് ഡൗൺ സൈഡിലേക്ക് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോവാം. മിറ്റിഗേഷൻ ബ്ലോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആക്കുന്നു. ഈ ഹൈ ക്രിയേറ്റ് ആക്കിയിട്ട് വീണ്ടും ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലോട്ടേക്ക് പോവാതെ ഇവിടുന്ന് ഒരു പ്രൈസ് റിജക്ഷൻ തന്നിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് കിട്ടാണ് ചെയ്യുക. നേരത്തെ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ഒരു സ്വിങ്ങിന് താഴെയായിരിക്കും പ്രൈസ് വന്നിട്ട് ഇമ്പൾസീവ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വന്നിട്ട് പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ എൻട്രിയുടെ ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ടൈം ഫ്രെയിമിൽ ഡിസ്കൗണ്ട് ആൻഡ് PDRA യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് പ്രീമിയം ഏരിയ ആയിട്ടും ഈ ഒരു ഏരിയ ഡിസ്കൗണ്ട് ഏരിയ ആയിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ഡിസ്കൗണ്ട് ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു PDRA നമുക്ക് ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക് പോലെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആകുന്നതെന്ന്. ഓർഡർ ബ്ലോക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, വീണ്ടും പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വരുന്നത് വീണ്ടും ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ഹൈ വെക്കാനും ടാർഗറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് PDRAയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇക്ലിബ്രിയം പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മളെ PDRA വരെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ബൈ സൈഡിലേക്ക് എങ്ങനെയാണ് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് വർക്ക് ആണെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ഹൈ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി CPL ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. SSL എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുത്താണ്. പ്രൈസ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഡൗൺ സൈഡിലേക്ക് വരുന്നു. പെർട്ടിക്കുലർ ഏരിയ എത്തിയ സമയത്ത് ലിക്വിഡിറ്റി എല്ലാം ഈ ഒരു ഏരിയയിലുള്ള എല്ലാ റീറ്റെയിലേഴ്സിൻ്റെയും സ്റ്റോപ്പ് ലോസും ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തതിനു ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ആയിരുന്നു. പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോവാതെ ഒരു ഫെയിലിയർ സ്വിംഗ് വന്നിട്ട് അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിന് ഈ ഒരു സ്വിംഗ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി മോഡൽ നോക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് പോലെയുള്ള എൻട്രി മോഡൽസും കാര്യങ്ങളും പഠിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എൻട്രി മെത്തേഡും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വീണ്ടും ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് ഈ സ്വിങ്ങിൻ്റെ ഇവിടെ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പോ അതേപോലെ ഓർഡർ ബ്ലോക്കോ വന്ന് നമുക്ക് എൻട്രി എടുത്തിട്ട് നെക്സ്റ്റ് ഒരു PDRA വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു എൻട്രി മോഡൽ വരുന്നുണ്ടാകുക. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈ മോഡലായിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്വിംഗ് ലോ വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് ഒരു PDRAയോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റോ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നമ്മൾ വരക്കലാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒരു 50% ഏരിയ ഉണ്ടാകുക. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹൈ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി ചാർട്ടിലേക്ക് പോയിട്ട് 2-3 എക്സാമ്പിൾസ് നോക്കാം എങ്ങനെയാണ് ഈ മിറ്റിഗേഷൻ ബ്ലോക്ക് വർക്ക് ആവുന്നതെന്ന്. ഒരു 1 hour ടൈം ഫ്രെയിം എടുത്തിട്ടുള്ളത് EURUSDയുടെ ചാർട്ടാണ്. ഓക്കെ, പ്രൈസിന്റെ ഈ ഒരു ഏരിയയിലെ ബിഹേവിയർ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിറ്റിഗേഷൻ ബ്ലോക്കിന്റെ ഒരു ക്രിയേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫോർമേഷനിലായിരുന്നു പ്രൈസ് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെയുള്ള ഒരു സ്വിംഗ് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നു അല്ലേ. ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്. അതിനുശേഷം പ്രൈസ് ഇവിടെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹൈയിലേക്ക് പോകാൻ നോക്കി. ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ടേക്ക് പോകാൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് പോകാൻ നോക്കി. പക്ഷേ ഇവിടെ ഒരു ഫെയിലിയർ സ്വിംഗ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്ന് ക്ലോസ് ഇട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരച്ചു തരാം. പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തരുന്നു, വീണ്ടും ഒരു പുഷിന് വേണ്ടിയിട്ട് അപ്പ് സൈഡിലേക്ക് നോക്കുന്നു. പക്ഷേ ഒരു റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഇമ്പൾസീവ് ആയിട്ട് ക്ലോസ് ഇട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. 1 hour ടൈം ഫ്രെയിം ആണ്.
നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും റീടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രിയും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്തേക്ക് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 hour ഓർഡർ ബ്ലോക്കിലോ FEGയിലോ നമുക്ക് എൻട്രി എടുക്കാൻ നോക്കലാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് സെല് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ലോ ടൈം ഫ്രെയിം പോയിട്ട് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പറിലുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയുള്ള എൻട്രി സെറ്റപ്പിൽ നമുക്ക് ഒരു കൺഫർമേഷൻ ബേസിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, വീണ്ടും കൺഫർമേഷൻ ആയിട്ട് ഈ ഒരു 1 hourന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ഹൈ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഹൈ വെക്കാം. ടാർഗറ്റ് ആയിട്ട് ഒരു 1:2 അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയ യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വരെ നമുക്ക് പാർസൽ ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഓപ്പൺ മിറ്റിഗേഷൻ വരെയെല്ലാം നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു കണ്ടിന്യൂ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായത്. കുറച്ചും കൂടി സൂം ചെയ്യാം. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഫോർമേഷനിലാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് വീണ്ടും പ്രൈസ് ഒരു എന്താ പറയുക ഡൗൺ സൈഡിലേക്ക് പോവാതെ ഒരു ഫെയിലർ സ്വിങ് ആക്കിയതിന് ശേഷം അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ഇമ്പൾസീവായിട്ട് ക്ലോസ് കിട്ടുക ചെയ്തിട്ടുള്ളത് അല്ലേ. ഞാൻ ഇവിടെ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് വരച്ചുതരാം. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നമ്മളെ ഫോർമേഷൻ നോക്കലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു അല്ലേ. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂഷൻ നോക്കുന്നു. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ക്ലോസ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈന് ഡ്രോ ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് വരക്കാം. ഇതാണ് മിറ്റിഗേഷൻ ബ്ലോക്കിന്റെ സ്വിങ് വരുന്നത്. ഈ ഒരു സ്വിങ് ആയിട്ട് എടുക്കാം, ഈ ഒരു സ്വിങ് എടുക്കാം. ഞാൻ ഈ ഒരു സ്വിങ് എടുക്കാം. ഓക്കെ, ഈ ഒരു സ്വിങ് നമുക്ക് എടുക്കാം. അതേപോലെ ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ 1 hourന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്യലാണ്. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അപ്പ് സൈഡിലേക്ക് നമുക്കൊരു എൻട്രി നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പിലാണ് നമുക്ക് എൻട്രി വന്നിട്ടുണ്ടാകുക. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു സ്വിങ്ങിന്റെ താഴെ വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഹൈ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു 1:2 ലെവലിലോ 3 ലെവലിലോ ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 1:3 ലെവൽ വെക്കലാണെങ്കിൽ തന്നെ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും അച്ചീവ് ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് കയറി പോവാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇങ്ങനെ ഒരു കോൺഫ്ലുവൻസ് എടുക്കുന്ന സമയത്ത് ഹൈ ടൈം ഫ്രെയിമിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു PDRO ടാപ്പ് ചെയ്യുന്ന സമയത്ത് എടുക്കണം. ഞാൻ ഇവിടെ എടുക്കാനുള്ള റീസൺ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് നമുക്ക് എടുക്കാനുള്ളൊരു റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയ യൂസ് ചെയ്യാം. ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഇതൊരു ഡിസ്കൗണ്ട് അറയിലേക്ക് വരുത്തും. അതേപോലെ ഒരു ഹോൾഡ് ഹൈ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും എങ്ങനെ യൂസ് ചെയ്യാന്ന്. ഈ ഒരു 50% ഏരിയയിലുള്ള ഒരു ഓൾഡിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷമായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. ഇത് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ഞാൻ ക്യാച്ച് ചെയ്യാന്ന് പറയില്ല. ഒരു പ്രോബിലിറ്റി ബേസ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു 1:2 ലെവലിൽ നോക്കാം. വീണ്ടും നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം ഇമോഷണൽ ഇഷ്യൂസും കാര്യങ്ങളും ഇങ്ങനെ ഒരു റിവേഴ്സൽ വരുന്ന സമയത്ത് ഇമോഷണൽ ഇഷ്യൂസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ ട്രെയിൽ ചെയ്യാം. അങ്ങനത്തെ സെറ്റപ്പിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും സൈക്കോളജി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്